this is me Anu. Welcome to my channel Happy Host. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വർക്കലയിലുള്ള സൺവ്യൂ ബീച്ച് റിസോർട്ടിലേക്കാണ്. ഇവിടെ 2 ദിവസത്തെ സ്റ്റേയും പിന്നെ ബോട്ടിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വർക്കല സൗത്ത് ക്ലിഫിൽ എത്താൻ പറ്റും. ആ സൗത്ത് ക്ലിഫിൽ തന്നെയുള്ള ഒരു റിസോർട്ടാണ് സൺവ്യൂ ബീച്ച് റിസോർട്ട്. വളരെ നല്ലൊരു റിസോർട്ടാണ്. 2 ദിവസത്തെ സ്റ്റേക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ വന്ന സമയം ഇച്ചിരി മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. എന്നാലും ചെറിയ തണുപ്പും ചാറ്റൽ മഴയും ഒക്കെ കൂടെ നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു സമയത്തായിരുന്നു നമ്മൾ ഈ ഒരു സ്റ്റേ പ്ലാൻ ചെയ്തിരുന്നത്. ഒരുപാട് ടൈപ്പ് റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം, അതുപോലെ ഇല്ലം പോലെയുള്ള റൂംസ്, അതുപോലെ മാക്സിമം സീ വ്യൂ കിട്ടുന്ന ഫുൾ ഗ്ലാസ് കവേർഡായിട്ടുള്ള റൂംസ്, അങ്ങനെ ഒത്തിരി റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മാക്സിമം സീ വ്യൂ കിട്ടുന്ന ഒരു റൂമാണ് സെലക്ട് ചെയ്തത്. ഈ ഭാഗമാണ് ഡീലക്സ് റൂംസ് വരുന്നത്. അത്യാവശ്യം സീ വ്യൂ നല്ലോണം കിട്ടും. എന്നാൽ സീയുടെ ഫ്രണ്ട് വ്യൂ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സൈഡ് വ്യൂ നമുക്ക് അത്ര കിട്ടത്തില്ല ഈ ഭാഗത്ത്. ഇതായിരുന്നു ഫുള്ള് ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള റൂംസ്. ഈ കാണുന്നതാണ് ഇല്ലം ടൈപ്പ് റൂംസ്. ഇവിടെ മൊത്തം 4 റൂംസാണ് ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂംസാണ്. ഫുള്ള് വുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള റൂമിനകമൊക്കെ ഫുള്ള് വുഡാണ്. അങ്ങനെ ഒരു ഡാർക്ക് കളർ ഒരു ലൈറ്റ് കിട്ടുന്ന ഒരു റൂമാണ്. ഫ്രണ്ടിൽ ചാരു കസേരയും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിലയുള്ള നല്ല റൂംസാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള വഴി. അത്യാവശ്യം പ്രൈവസി ഉള്ള ഒരു റൂംസാണ് ഈ കാണുന്നത്. ഇതാണ് റൂമിൻ്റെ ഉൾവശം. അത്യാവശ്യം നമ്മൾ 4 പേര് റൂമിലുണ്ടായിരുന്നു. നമുക്ക് പറ്റിയ റൂം തന്നെയായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാക്സിമം സീ വ്യൂ നമുക്ക് ആ സൈഡ് വ്യൂ ഫുള്ള് കിട്ടുമെന്നുള്ളതാണ്. ഇതായിരുന്നു ഫ്രണ്ട് വ്യൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഈ റിസോർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ക്ലിഫോൺ കഫേ എന്നാണ് പേര്. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ബീച്ച് എൻട്രൻസ് ഉള്ളത്. ഒരു പ്രൈവറ്റ് ബീച്ച് എൻട്രൻസ് നമുക്ക് കിട്ടും. എന്നിരുന്നാലും മഴ സമയമായതുകൊണ്ട് നമുക്ക് എൻട്രൻസ് അലൗഡ് അല്ലായിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കടലിൻ്റെ ആയിരുന്നാലും അതുപോലെ തന്നെ ക്ലിഫിൻ്റെ ആയിരുന്നാലും നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്റ്റേ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത സമയം എന്ന് പറയുന്നത് 4 മണിയായിരുന്നു. ശരിക്കും 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. ചെക്ക് ഔട്ട് ചെയ്യുന്നത് 12 മണിക്കാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. എന്നിരുന്നാലും നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം നടക്കാനായിട്ട് ഇറങ്ങി. ബീച്ചിൻ്റെ സൈഡിലൂടെയൊക്കെ ഒത്തിരി ദൂരം നമ്മൾ പിന്നെ വെറുതെ നടന്നു. ഈ സൗത്ത് ക്ലിഫിലെ ഒത്തിരി റിസോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഈ ക്ലിഫിലെ ഈ ചെറിയ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെയാണ് റിസോർട്ടുകളായിരുന്നാലും എല്ലാ റെസ്റ്റോറൻ്റ് ആയിരുന്നാലും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത് വരണമെന്നില്ല. ഇവിടെ വന്ന് തന്നെ നമുക്ക് ഓരോ റിസോർട്ടും കയറി കണ്ട് നമുക്ക് ഇഷ്ടമുള്ള റിസോർട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മൾ പക്ഷേ നേരത്തെ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. സീസൺ ടൈമിലാണ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്ത് വരുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റൂംസ് നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലിഫ് മുഴുവനായി നമ്മൾ ചുറ്റിക്കറങ്ങി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഡാർജിലിംഗ് കഫേ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കഫേ ആണ്. ആക്ച്വലി നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഇതാണ് നൈറ്റിലെ നമ്മുടെ സൺവ്യൂ ബീച്ച് റിസോർട്ട് വ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ സമയം റൂമിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ലഞ്ചിൻ്റെ ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് വർക്കല തന്നെ അതിനടുത്തുള്ള പറവൂർ എന്നുള്ള സ്ഥലത്തുള്ള ഒരു മാൻഗ്രോവ് കാണാനായിട്ട് പോവുകയാണ്.
വർക്കല നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിലും മാൻഗ്രൂവ് വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു മാൻഗ്രൂവ് പോകാൻ. അതുപോലെ തന്നെ നല്ല മഴയുള്ള സമയമായിരുന്നത് കൊണ്ട് പോകുന്ന വഴിക്കൊക്കെ മഴയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വിചാരിച്ച് എന്തായാലും പോകാം, ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ, മഴയായിരുന്നാലും കുഴപ്പമില്ല, പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ നമ്മൾ നാലുപേരും കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കണ്ട് അവിടെ നമ്മൾ ഇറങ്ങി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും നടുക്കൂടെ ഒരു റോഡൊക്കെ ഉള്ള ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മൾ ഇറങ്ങി അത്യാവശ്യം സമയം അവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല മഴക്കോളം ഉണ്ടായിരുന്നു ഈ സമയത്ത്. ബോട്ടിങ്ങിന് വേണ്ടിയും അതുപോലെ മാൻഗ്രൂവ്സൊക്കെ കാണാൻ പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്തിയത് അക്വാ വെഞ്ചേഴ്സിലായിരുന്നു. റിസോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിളിച്ച് അറേഞ്ച് ചെയ്ത് തന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്ന് നമ്മൾ നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബോട്ടിങ് തുടങ്ങി. അതായത് നമ്മൾ 4 പേരുണ്ടായിരുന്നു. 4 പേർക്ക് 1 അവറിലത്തേക്ക് 3000 റുപ്പീസായിരുന്നു ബോട്ടിങ്ങിന് അവർ ചാർജ് ചെയ്തത്. കയാക്കിങ്ങും ഉണ്ട്. കയാക്കിങ്ങിന് 1000 റുപ്പീസാണ്. അതുപോലെ നോർമൽ വള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം വെള്ളം പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ബോട്ടിങ് എടുത്ത് കയാക്കിങ് ചൂസ് ചെയ്യാൻ നിന്നില്ല. ബോട്ടിങ്ങിൽ തന്നെയാണ് ഫുള്ള് പോയത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ കായലിനുള്ളിലോട്ട് നമ്മൾ പോയതും അവിടുത്തെ ഓരോ കാഴ്ചകളും അതുപോലെ തന്നെ ആ കണ്ടൽക്കാടുകളുടെ ആ ഒരു ഭംഗിയും പിന്നെ ഈ മഴയും പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യവും ഈ ബോട്ടിംഗ് ആയിരുന്നു. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കായലിനുള്ളിൽ തന്നെയുള്ള ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. ശരിക്കും അത് വെള്ളത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അവർ. ഈ ഒരു റിസോർട്ട് അവർ ഇപ്പോൾ പണി പൂർത്തിയാക്കിയിട്ടുള്ളൂ. അടുത്ത പ്രോജക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ, വിഷ്ണു ചേട്ടനായിരുന്നു. പുള്ളി എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. അവിടുത്തെ ഓരോ കാര്യങ്ങളും പുള്ളിയുടെ ഓരോ എക്സ്പീരിയൻസും, ഇപ്പോൾ വെള്ളത്തിൽ പോയാൽ എങ്ങനെ അവർ രക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തൊരു ട്രാവൽ തന്നെയായിരുന്നു ഇത്. ഇതേ കാണുന്നതാണ് കടലും കായലും കൂടെ ചേരുന്നൊരു സ്ഥലം. കടലിൽ നിന്നുള്ള തിര നല്ലോണം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടൽക്കാടിൻ്റെ ഭംഗി അതിൻ്റെ ഒരു പീക്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അത്യാവശ്യം ഒരുപാട് സമയം നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, കുറേ വീഡിയോസൊക്കെ പുള്ളി തന്നെ നമുക്ക് എടുത്തു തന്നു. നല്ലൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചത് ആൾക്കാരൊക്കെ ആ വെള്ളത്തിൽ നിന്ന് വീണു പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങാൻ നിന്നില്ല. പിന്നെ നമുക്ക് വലിയ നീന്തലൊന്നും വശമില്ലായിരുന്നു. ചെറിയ പേടിയുള്ളത് കൊണ്ട് നമ്മളാരും അവിടെ ഇറങ്ങിയില്ല. പക്ഷേ അത്യാവശ്യം ആഴം കുറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറക്കുന്നത്. ഈ ബോട്ടിങ്ങിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു അട്രാക്ഷനാണ് ഈ ഒരു എൻട്രൻസ്. ഈ കണ്ടൽ ചെടികൾ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഈ ബോട്ടിനൊക്കെ പോകാൻ കണക്കിന് മാത്രമായിട്ട്
ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോയി രാത്രി വീണ്ടും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നു. നമ്മൾ കയറിയ ഒരു റെസ്റ്റോറൻറ്റ് ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ എപ്പോഴും നമ്മൾ വന്നാലും ഇവിടെ ഇങ്ങനെ ഒരു പാട്ടും അങ്ങനെ ഒരു വൈബൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും റൂമിലോട്ട് പോവാണ്. സൈഡിലൊക്കെ കടകളായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു. തിരിച്ച് നമ്മൾ റൂമിലെത്തി. പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. വീണ്ടും പഴയ പോലെ ഡ്യൂട്ടിക്ക് പോയി.